ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന മുഴുവൻ കഥാ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണേ. അങ്ങനെ നമ്മുടെ പത്തരമാറ്റിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച നിമിഷങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ ആദർശ് നന്ദുവിനോട് ആ ഒരു രേഖാചിത്രം കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്ദു ഈ കാര്യത്തിൽ നന്ദുവിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. നന്ദു പറയണ്ട്, ആദർശേട്ടാ ഇത് ആദർശേട്ടന്റെ നയനത്തിനും ആവശ്യം മാത്രമല്ല, മൂർത്തി മുത്തശ്ശന്റെയും കൂടി ആവശ്യമാണല്ലോ. മൂർത്തി മുത്തശ്ശൻ ഞാൻ മുത്തശ്ശനെ പോലെയാണ് കാണുന്നത്. മാത്രമല്ല അനന്തപുരി തറവാട് നശിക്കാനായിട്ട് ഞാനും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതാരാണെന്നുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇയാളെ കുറിച്ചുള്ള അറിവും കാര്യങ്ങളും ഞാൻ ആദർശേട്ടനെ കൈമാറും. ഇത് ഞാൻ തരുന്ന വാക്കാണ് എന്ന് നന്ദു പറയാണ്. പക്ഷെ നന്ദുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ ലുക്കൌട്ട് നോട്ടീസും എല്ലാം നോക്കിയിട്ടും അയാളെ കുറിച്ച് ഒരു വിവരം പോലും കിട്ടുന്നില്ല. പക്ഷെ ഈ രേഖാചിത്രത്തിലുള്ള ആളെ ഒരു മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാലും ആരായിരിക്കും ഇത്? എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? അവിടെ ഒരുത്തനുണ്ടല്ലോ, വേറെ ആരുമല്ല, ഡേവിഡ്. അവന് ചോദിക്കേണ്ട പോലെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ തത്ത പറയുന്ന പോലെ മറുപടി പറയും. ഇങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല, ഇങ്ങനെ ഒരാളെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതെ, അയാളെ തന്നെയാണ് പൊക്കേണ്ടത്. പ്രായം കുറച്ച് കൂടുതലായോണ്ട് 2 വിരട്ടിയാൽ തന്നെ അയാള് സത്യങ്ങളൊക്കെ തുറന്നു പറയും എന്ന് മനസ്സിലാക്കാണ് നമ്മുടെ നന്ദു കേട്ടോ. പക്ഷെ അയാളെ പെട്ടെന്ന് അങ്ങോട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കിയേ പറ്റും. അതിനിപ്പ ചെറുതായിട്ടൊരു കള്ളക്കളി കളിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം അവര് കള്ളക്കളിയിലൂടെയും കള്ളക്കടത്തിലൂടെയും ബിസിനസ്സിലൂടെയും മുന്നേറി വന്നവരല്ലേ. അപ്പൊ അവർക്കും അതിലെ കൂടി തന്നെ മറുപടി കൊടുക്കാം എന്ന് നമ്മുടെ നന്ദു വിചാരിക്കുകയാണ്. അങ്ങനെ നന്ദു ഒരു പോലീസുകാരൻ അവിടെ അങ്ങോട്ട് പറഞ്ഞേക്കാട്ടോ. എന്നിട്ട് പറയണ്ട്, അത് പെട്ടെന്ന് തന്നെ AN ജ്വല്ലറി റെയ്ഡ് ചെയ്യണം, അതിനുള്ള നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ AN ജ്വല്ലറി പൂട്ടിപ്പിക്കാൻ വേണ്ടി പറയണം. അങ്ങനെ പോലീസുകാരെ ആദ്യം അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഡേവിഡ് അവിടെ ഉണ്ട് കേട്ടോ. വേറെ അബിയും അവന്തികയും ആരും തന്നെ അവിടെ ഇല്ല. അല്ലെങ്കിലും അവന്തിക ഉണ്ടാവാറില്ല, പക്ഷെ അബി ഇല്ല. അങ്ങനെ അവിടേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഡേവിഡ് ചോദിക്കണ്ട്, ഹലോ പോലീസുകാരെന്തിനാ ഇവിടെ വന്നത്? നിങ്ങൾക്ക് എന്താ ഇവിടെ ആ കാര്യം? അതെ കാര്യമുണ്ട് സർ. കാര്യമില്ല, അതെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരത്തൊന്നുമില്ല, അല്ലാതെ നിങ്ങളെ കാണാൻ വേണ്ടിട്ടല്ല വന്നത്. അതെ ഞങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് അറിയാവോ? അയ്യോ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ കുറച്ച് കള്ളക്കടത്തും കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നേ ഞങ്ങൾക്ക് അറിവ് കിട്ടിയായിരുന്നു. അപ്പൊ ഒന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് വാറന്റ് ഉണ്ടോ? പിന്നെ അതില്ലാതെ ഞങ്ങൾ വരില്ലല്ലോ. എന്നാലും സെർച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് ഡേവിഡ് പറയണം. ഇത് കേട്ട് നന്ദു അവിടേക്ക് വരുന്നുണ്ട്. ഹലോ നിങ്ങളൊന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ്. ഞാനിതിന് എഴുന്നേക്കണം? അല്ലെ ഞങ്ങള് പോലീസ് ഉദ്യോഗസ്ഥരാണ്. കാണുമ്പോ കുറച്ച് ബഹുമാനമൊക്കെ ആവാം, പ്രത്യേകിച്ച് ഒരു വനിതാ പോലീസ്. ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയാവോ? താൻ ആരാ? ഈ AN ജ്വല്ലറി ഉപ്പും മുളകും ഭക്ഷണം കഴിക്കുന്ന ഒരാള്, അല്ലാതെ എനിക്ക് താൻ ആരാ? എന്റെ പരിസ്ഥിതി താൻ ആരുമല്ല എന്ന് പറയാണ്. ആഹാ നിനക്ക് അത്ര അഹങ്കാരം? എനിക്ക് മനസ്സിലായി. ആ മൂർത്തീസ് ജ്വല്ലറിലെ നയനയുടെ അനിയത്തിയല്ലേ നീ? ആ മൂർത്തീസ് ജ്വല്ലറിയുടെ നയനയുടെ അനിയത്തി മാത്രല്ല, ഈ AN ജ്വല്ലറിയുടെ മോഡൽ ഉണ്ടല്ലോ നവ്യയുടെ അനിയത്തിയെ കൂടിയാ ഞാൻ. അതെ നിങ്ങളൊന്നും എഴുന്നേറ്റ്. സൗകര്യമില്ല എന്ന് ഡേവിഡ് പറയാണ്. എഴുന്നേക്കടോ എന്ന് പറഞ്ഞിട്ട് നന്ദു അയാളെ പിടിച്ച് എഴുന്നേപ്പിക്കുക കേട്ടോ. അയാൾ നിങ്ങൾ എന്തിന്റെ ഉദ്ദേശമാ? എനിക്കൊരു കോൾ ചെയ്യണം. ഒരു കോളും ചെയ്യാൻ പറ്റില്ല, മര്യാദക്ക് നടക്കടോ എന്ന് പറഞ്ഞിട്ട് ഡേവിഡിനെ വലിച്ചഴച്ചുകൊണ്ട് നമ്മുടെ നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ മാളവികക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മാളവിക അപ്പൊ തന്നെ നമ്മുടെ ആദർശിനെ വിളിക്കുന്നുണ്ട്. ഹലോ ആദർശ്, നന്ദു ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവളവിടെ എത്തിയോ? എത്തി. നമ്മുടെ ഡേവിഡിനെ കൊടുക്കേണ്ട പോലെ കൊടുത്തിട്ടെ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് കൊള്ളട്ടെ. കുറച്ച് കള്ളക്കടത്തും കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് അയാൾ നടക്കല്ലേ, അയാൾക്കും ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ ഡേവിഡിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഡേവിഡിന്റെ കയ്യും കാലൊക്കെ വിറക്കുവാട്ടോ. അയ്യോ സത്യമായിട്ടും മാഡം എനിക്കൊന്നും അറിയില്ല. എടോ ഞങ്ങളെ AN ജ്വല്ലറി വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴേ തനിക്ക് എന്തായിരുന്നു ഒരു ശൗര്യം. താൻ അങ്ങനെയാണ്, താൻ ഇങ്ങനെയാണ്. അതെന്താടോ? അവിടെ ഉണ്ടാകുമ്പോ തനിക്ക് ധൈര്യം കൂടുതലും. ഈ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴേക്കും തന്റെ ധൈര്യം ചോർന്നു പോവുകയും ചെയ്യോ? മാഡം സത്യമാണ് ഞാൻ പറഞ്ഞത്, എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതിന് തന്നോട് ഞങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. മാഡം ചോദിച്ചാലും ഇല്ലെങ്കിലും എനിക്കിതിനെ കുറിച്ച് ഒരു അറിവില്ല മാഡം. താൻ പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? തന്നോട് ഞങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതിന് താൻ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് വന്ന പോലെ പോകാം. എല്ലാന്നാണെങ്കിലും ഉണ്ടല്ലോ താൻ പോവില്ല, ഇവിടെ കിടക്കും താൻ. അത് മാത്രല്ല ഇപ്പൊ കുറച്ച് ന്യൂസുകാരും കുറച്ച് ചാനലുകാരൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. താൻ ഫേമസ് ആവാൻ പോവാടോ? അയ്യോ മാഡം ചതിക്കല്ലേ മാഡം, സാധാരണ ഒരു കുടുംബം അങ്ങടാ. ഓഹോ അപ്പൊ AN ജ്വല്ലറിയുടെ മുതലാളിയെ കള്ളക്കടത്തൊക്കെ കിടക്കുന്ന സമയത്ത് തനിക്കൊന്നും തരാറില്ലേടോ ചോദിക്കുകയാണ്. അങ്ങനെ ഡേവിഡിനെ കളിയാക്കുമ്പോ ഡേവിഡ് പറഞ്ഞത്, മാഡം സത്യം മാഡം ഞാൻ പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല. ശരി തന്നെ ഞങ്ങൾ ദേഹോപദ്രവോ ഒന്നും ചെയ്യുന്നില്ല. താൻ ഒരേ ഒരു കാര്യം പറഞ്ഞാൽ മതി. ഈ ഫോട്ടോ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ രേഖാചിത്രം കാണിച്ചു കൊടുക്കാണ്. അത് കാണുമ്പോൾ തന്നെ ഡേവിഡിന്റെ മുഖം ആകെ മാറുവാട്ടോ. അപ്പൊ തന്നെ നന്ദു ചോദിക്കണ്ട, തന്റെ മുഖം അങ്ങോട്ട് മാറിയല്ലാടോ,
വിയർത്ത് വെളുത്ത് ഒരുമാതിരി തുടുത്ത് പേടിച്ച് വിറച്ച് ഒരുമാതിരി കോലമായല്ലോ താൻ. ഇനി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പറ ആരാണിത്? അയ്യോ, ഇതൊരു സാധാരണ ഒരു ഫോട്ടോ അല്ലേ മാഡം? ഇത് സാധാരണ ഫോട്ടോ ഒന്നും അല്ല, തന്റെ മുതലാളിയുടെ ഫോട്ടോയാണെന്ന് തനിക്ക് മനസ്സിലായി, അത് ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ടാ ചോദിക്കണത്, ഇത് ആരാണ്? മര്യാദക്ക് പറ. ഈ മുതലാളി നിങ്ങളുടെ കമ്പനിയിലൊന്നും വരാറില്ലേടോ? അയ്യോ മാഡം, ഇത് ആരാന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങളുടെ മുതലാളി ആരാ? സത്യമായിട്ടും എനിക്ക് ഞങ്ങളുടെ മുതലാളിനെ അറിയില്ല മാഡം. എനിക്ക് കോൾസും കാര്യങ്ങളും മാത്രമേ വരാറുള്ളൂ. ഓഹോ, അപ്പൊ താൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു മുഖമുള്ള ഒരാളെ കണ്ടിട്ടില്ലല്ലേ? ഇല്ല മാഡം, കണ്ടിട്ടില്ല. ഓ, ചത്താലും മുതലാളിനെ ഒറ്റില്ല, അതാണ് തൊഴിലാളി. അങ്ങനെ തന്നെ ആയിരിക്കണം തൊഴിലാളികൾ. സാരമില്ല, തന്നെ അന്വേഷിച്ചേ പുറത്ത് ആൾക്കാർ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. താനെ അവരുടെ മുമ്പിലേക്ക് ഒന്ന് വാ. എന്നിട്ടേ തന്റെ ഈ മുഖവും തന്റെ ഈ ഒരു എടുപ്പും എല്ലാവരും ഒന്ന് കാണട്ടെ. അയ്യോ മാഡം, എന്തിനാ മാഡം? ഞാൻ പറഞ്ഞില്ലേ പത്രക്കാരും ടി വിക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന്. അവർക്കേ തന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണോന്ന്. തന്റെ കയ്യിലെ കുറച്ച് ഗോൾഡും കൂടി ഞാൻ വെച്ച് തരും. എന്നിട്ട് ഞാൻ പറയും, താൻ ഏൻ ജ്വല്ലറിയിൽ ഗോൾഡ് മുക്കിയ അല്ലെങ്കിൽ ചെമ്പ് മുക്കിയ സ്വർണ്ണമാണ് വിൽക്കണേന്ന്. അതെങ്ങനെയുണ്ട്? അയ്യോ എന്തിനാ മാഡം ഇങ്ങനെ കള്ളം പറയണത്? ഓഹോ, അപ്പൊ നിങ്ങക്ക് കള്ളം കാണിക്കുകയും ചെയ്യുകയും ചെയ്യാം. മറ്റുള്ളവർ ചെയ്യുമ്പോഴാണ് പ്രശ്നം അല്ലെ? മാഡം സത്യമായിട്ടും എനിക്ക് ഇയാളെ അറിയില്ല മാഡം. താൻ മര്യാദക്ക് പറയുന്നോ ഇല്ലയോ? അല്ലെങ്കിൽ താൻ ഈ ജ്വല്ലറി ഉണ്ടല്ലോ, ഈ ജ്വല്ലറി അല്ല, ഈ ഒരു സ്വർണ്ണാഭരണങ്ങൾ അത് താൻ വലത് കയ്യിൽ പിടിച്ചിരിക്കുന്നു, ഇടത് കയ്യിൽ തന്റെ കയ്യിൽ വിലങ്ങ്. എന്നിട്ട് നാളത്തെ പത്രത്തിലൊക്കെ ഫോട്ടോ വന്നാൽ എങ്ങനെ ഉണ്ടാവും? തനിക്ക് 2 പെമ്മക്കളല്ലേ ഉള്ളത്? അവരുടെ കോളേജിൽ പോകുമ്പോഴേക്കും എല്ലാവരും കളിയാക്കും. അത് മാത്രല്ല, അവർക്ക് നല്ലൊരു കുടുംബജീവിതം ഇനി ഉണ്ടാവോ? ഭയങ്കര കഷ്ടം തന്നെ തന്റെ കാര്യം. തന്നെ ഇപ്പൊ സഹായിക്കണ ഒരു മുതലാളി ഉണ്ടല്ലോ തന്റെ, ആ മുതലാളിയാണെന്നുണ്ടെങ്കിലേ തന്നെ ഈ കാര്യത്തിൽ സഹായിക്കാനേ പോകുന്നില്ല. വേണമെങ്കിൽ നോക്കിക്കോ മാഡം, ചതിക്കല്ലേ മാഡം, എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞാ തനിക്ക് കൊള്ളാം, അല്ലാന്നുണ്ടെങ്കിൽ ടി വിക്കാരെയും പത്രക്കാരെയൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോട്ടെ. അയ്യോ വേണ്ട മാഡം, ഞാൻ പറയാം എന്ന് പറയണ. എന്നാ പറ, ആരാ ഇത്? മാഡം, ഇത് ഞങ്ങളുടെ മുതലാളിയാണ്. ആകെ ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ. ഇയാളുടെ പേരെന്താ? പേരൊന്നും എനിക്ക് അറിയില്ല മാഡം. പേരിലെന്താ മുതലാളിയോ? എന്താടോ തന്റെ മുതലാളിക്ക് ജനിച്ചപ്പോ അയാളെ വീട്ടുകാര് പേരൊന്നും ഇട്ടില്ലേ? അയ്യോ മേഡം, സത്യമായിട്ട് എനിക്ക് അറിയില്ല. ഞങ്ങളെല്ലാവരും എന്നെന്നാണ് മുതലാളിനെ വിളിക്കണത്. എന്നോ? അതെന്തൊരു പേര്? അപ്പൊ താൻ മര്യാദക്ക് പറയില്ല. ഇത് നേർവഴിക്ക് പോകുന്ന ഒരു ഇടപാടല്ലല്ലോ. അതെ, ആ പത്രക്കാരൻ ടി വിക്കാരെ ഇങ്ങോട്ട് വിളിച്ച് ഇയാളുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ, നല്ല സ്റ്റൈലൻ ഫോട്ടോസ്. അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ ഡേവിഡിനെ 8ന്റെ പണി കൊടുക്കാട്ടോ. പക്ഷെ അതേസമയം ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നാഗേന്ദ്രൻ അറിയുന്നുണ്ട്. അപ്പൊ തന്നെ അബീനെ വിളിക്കാണ്. എടാ, നീ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാടാ? ആ ഡേവിഡിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് 3 മണിക്കൂറായി. നീ ഒന്ന് അവിടെ പോവുകയോ ഡേവിഡിനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തോ? ഇത് കള്ളക്കേസാണ്, അത് നിനക്ക് മനസ്സിലായില്ലേ? ഇതാണ് പറയണത് നിനക്ക് കഴിവില്ലെന്ന്. എടോ, അയാളുടെ വായിൻ സത്യങ്ങൾ അറിയണം മുമ്പ് ഏതെങ്കിലും വക്കീലിനെ കൊണ്ട് പോടാ അയാളെ രക്ഷപ്പെടുത്താനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. അങ്ങനെ അബി പോകാൻ പോണ പോലീസ് സ്റ്റേഷനിൽ ഡേവിഡിനെ ഇറക്കാൻ വേണ്ടി. പക്ഷെ അബി ഡേവിഡിനെ ഇറക്കൊന്നുമില്ല കേട്ടോ. വേറൊന്നുമല്ല, അബി അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അബിയുടെ തലയിലും ആ കള്ളക്കേസും കാര്യങ്ങളൊക്കെ വീഴുമല്ലോ. അതുകൊണ്ട് അബി അതിൽ നിന്ന് പതുക്കെ മുങ്ങി നിൽക്കുകയുള്ളൂ. എന്തായാലും ഡേവിഡിനെ അറസ്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ് നമുക്ക് ഈ ആഴ്ച കാണാൻ പോണത്. പിന്നെ നാളെ മറ്റന്നാൾ നമ്മുടെ സീരിയൽ 1 മണിക്കൂറാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.